ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ മൈൻക്രാഫ്റ്റ് ലെറ്റ്സ് പ്ലേ സീരീസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നൽകുകയാണ്. സോ ഇത് നമ്മുടെ 7ാമത്തെ എപ്പിസോഡാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം കുറച്ച് അധികം നേരം എടുത്തിട്ട് തന്നെ നമ്മുടെ ഈ ഫർണസും ചെസ്റ്റിൻ്റെ സെറ്റപ്പും ചെയ്തിട്ടുണ്ട്. നമ്മുടെ സാധാ മേളത്തെ ബേസിൻ്റെ അടിഭാഗത്താണിത്. സോ ഇന്ന് നമുക്ക് കുറച്ച് മൈനിങ് സെറ്റപ്പാണ് ചെയ്യാനുള്ളത്. നമുക്ക് ഈ കോപ്പർ ആർമറിയിൽ നിന്ന് അപ്ഡേറ്റായി അയൺ ആവണം എന്ന് എനിക്കുണ്ട്. എന്നെ കൊണ്ട് പറ്റുമോ അറിയില്ല, എന്നാലും നമുക്ക് നോക്കാം. അപ്പോൾ ഇന്ന് അയൺ ആർമർ കണ്ടുപിടിക്കുക, മാക്സിമം മൈൻ ചെയ്യുക. കുറേ നേരം ഉണ്ടാവും, അത് ഞാൻ കട്ട് ചെയ്ത് വിട്ടോളാം, അത് കുഴപ്പമില്ല. പിന്നെ വേറെ ഒന്നുമില്ല, നമുക്ക് ഇന്ന് വീഡിയോ ഒരുപാട് ലെങ്ത് ആണിക്കുമ്പോൾ അവിടെ ഒന്ന് തീർക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വേറെ ഒന്നുമില്ല, നമുക്ക് മൈനിങ്ങിലോട്ടൊന്ന് അതിന് മുമ്പ് ആദ്യം ടൂൾസൊക്കെ ഒന്ന് റെഡിയാക്കാം. ഇവിടെ അല്ലോ, നമ്മുടെ ഒരു പിക്കാക്സല്ലേ ഉള്ളൂ. നമ്മൾ കുറച്ച് വുഡുണ്ട്, കുറച്ച് കോപ്പറുണ്ട്. അപ്പോൾ നമുക്ക് ഈ കോപ്പർ വെച്ച് ടൂൾസ് ഉണ്ടാക്കാം. ആദ്യം കുറച്ച് സ്റ്റിക്ക് ഉണ്ടാക്കിയിട്ട് നമുക്ക് അത്യാവശ്യം വേണ്ടത് 2-3 പിക്കാക്സും ഷവലുമാണ്. ഷവല് ഗ്രാവൽ വന്നു കഴിയുമ്പോഴാണ് നമുക്ക് ഈ ഷവലിൻ്റെ ഇത് തന്നെ. നമ്മുടെ കോപ്പർ തീർന്നു ഇല്ലേ? നോ പ്രോബ്ലം. കോപ്പർ നമുക്ക് ധാരാളം കിട്ടും. എൻ്റെ ഒരു ഐഡിയ, ഇവിടുന്ന് അങ്ങോട്ട് പോയാൽ ബീച്ച് സൈഡാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് നോക്കിയിട്ട് അയ്യോ, നല്ല തുടക്കം. നല്ല തുടക്കം. ഇജ്ജാതി തുടക്കം ഞാൻ കണ്ടിട്ടില്ല. A few moments later. അയൺ, ഞാനതോ കോപ്പറാന്ന് മിസ്അണ്ടർസ്റ്റാൻഡിങ് ചെയ്തു. നല്ല അത്യാവശ്യം ഉണ്ടല്ലോ. നമുക്ക് 12 അയൺ കിട്ടിയിട്ടുണ്ട്, അതൊന്ന് കത്തിക്കാൻ വെച്ചിട്ട് വരാം. നമുക്ക് അത്യാവശ്യം കോള് കിട്ടിയിട്ടുണ്ട്. കുറച്ച് നേരത്തിൽ നമ്മൾ കുറച്ചധികം നേരമായിട്ട് മൈൻ ചെയ്യാറുണ്ട്. നമുക്കിവിടെ ഒരു കേവാണ് എന്ന് എനിക്ക് തോന്നുന്നു കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഇൻവെൻട്രി കാണിച്ചു കഴിഞ്ഞാൽ ഇവിടെ 4 അയൺ, 21 ലാപ്പിസ്, പിന്നെ കുറേ സ്റ്റാക്ക് കോബിൾ സ്റ്റോൺ. നമുക്ക് പതുക്കെ ഇറങ്ങി നോക്കാം. എനിക്ക് ഇതുപോലത്തെ കേവ് പോകാൻ ഒട്ടും ഇഷ്ടമല്ല. ഒരു സ്പോണർ കിട്ടിയേ. ലക്കുണ്ട്. ഓക്കെ, നമുക്ക് ആ സ്കെൽട്ടൺ സ്പോണർ നമുക്ക് ഇതാക്കി എടുക്കാം. എന്നാ അതൊരു HP ഫാം, സ്കെൽട്ടൺ ഫാമായിട്ട് എടുക്കാം. കുറച്ച് ഇതെടുത്തേക്കാം, എവിടെയെങ്കിലൊക്കെ യൂസ് കിട്ടിയാലോ. ഫൈനലി വി ഗോട്ട് ലാവ ആൻഡ് ഒരു സ്പോണർ ആൻഡ് ഇപ്പോട്ടെ എൻഡർമാൻ എന്നെ എടുത്തോളാം. അപ്പോൾ നമുക്ക് തിരിച്ചു പോവാം. അമ്പും ബില്ലൊക്കെ ആയിട്ട് ആൾക്കാർ വരുന്നുണ്ട്.
ഓക്കെ. ഫൈനലി മേളിലെത്തിയിട്ടുണ്ട്. നമ്മുടെ അയണെല്ലാം ആയോ നോക്കട്ടെ. ഏഴും 18 + 7 എത്രയാ? കണക്കിൽ മോശമാണ്. 25 എണ്ണം. നമുക്ക് ആർമറിന് എത്ര എണ്ണം വേണം? ഇത് 5 5 7 5 12 12 4 16 then 16 8 ഇപ്പം എങ്ങനെയുണ്ട് കാണാൻ നമ്മുടെ? ഓക്കെ. കൊള്ളാലോ. അങ്ങനെ അയൺ ആർമർ നമ്മൾ റെഡി ആയിട്ടുണ്ട്. സോ നമുക്ക് ഇന്നിപ്പോൾ നമുക്കത് ആ സ്കെൽട്ടൺ സ്പോണർ ഒന്ന് കീഴടക്കണം. അതൊക്കെയാണ് മെയിൻ പരിപാടികൾ. അതും കൂടി ചെയ്തിട്ട് നമുക്ക് വീഡിയോ നിർത്താം. നമ്മൾ സ്കെൽട്ടൻ്റെ അടുത്തോട്ട് പോവുകയാണ്. ഇതാണ് നമ്മുടെ അവന്മാർ തമ്മിൽ തരട്ടെ, എന്നിട്ട് നമുക്ക് താനപ്പോൾ എടുക്കാം. ചാവണം നീയൊക്കെ തന്നെ തല്ലി ചാവണം. ഫുൾ ആർമർ. ഒരു മിനിറ്റ് ഇവിടെ ഒന്ന് പൊട്ടിച്ചിട്ട്. അയ്യോ, ഇത് വെള്ളമായിരുന്നോ? നിങ്ങൾ തമ്മിൽ തല്ലേ? അത്രേ ഉള്ളൂ. താങ്ക് യു ബ്രദർ. നിന്നെ ഞാൻ വന്നോളാം. എല്ലാം വന്നത് അവിടെ നിന്ന് ക്രീപ്പറാന്ന് തോന്നുന്നു വരുന്നത്. ഇവിടെ കവർപ്പ് ചെയ്യാം. ചെസ്റ്റിലെന്താ ഉള്ള? ബ്രെഡ് എല്ലും. ഒരു ബുക്കുണ്ട്. ഡെസ്റ്റിനി 5 എഫിഷ്യൻസി 3 ഇതിലോ. റെഡ് സ്റ്റോൺ. ഇത് അക്വാ അഫിനിറ്റി, ഗൺ പൗഡർ, വീറ്റ്, അപ്പോൾ ഗായ്സ് നമ്മൾ ഈ സ്കെൽട്ടൺ ഫാം പോട്ടെ, സ്കെൽട്ടൺ സ്പോണർ നമ്മൾ നൈസായിട്ട് കീഴടക്കിയിട്ടുണ്ട്. സോ ഈ വീഡിയോ ഇവിടെ വെച്ച് എൻ്റെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് അടുത്ത ദിവസം ഇത് ഫാം ആക്കണോ വേണ്ടയോ എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്താൽ നമുക്ക് അതുപോലെ ചെയ്യാം. സോ എല്ലാവർക്കും എൻ്റെ വക ബൈ.